വലിയ പ്രതിഷേധം ഈ വിഷയത്തിലുണ്ടാകുമെന്നാണ് ബിഷപ്പ് പാംബ്ലാനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ണൂരിൽ നിന്നുള്ള പ്രതികരണം ഏത് രീതിയിലാണ് അരുൺ? കണ്ണൂർ രൂപതയുടെയും ക്രിസ്റ്റീന, ശക്തമായ പ്രതിഷേധമാണ് കണ്ണൂർ നഗരത്തിലും അരങ്ങേറിയത്. കണ്ണൂരിൽ 3 രൂപതകളുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധ പ്രകടനവും വായ് മൂടിക്കെട്ടിയുള്ള പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ പൊതുയോഗവും സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ, തലശ്ശേരി, അതോടൊപ്പം തന്നെ കോട്ടയം രൂപതകളുടെ നേതൃത്വത്തിലാണ് നൂറുകണക്കിന് വിശ്വാസികൾ ഈ പ്രതിഷേധ പ്രകടനത്തിലും അതോടൊപ്പം തന്നെ ഈ പൊതുയോഗത്തിലും പങ്കെടുക്കുന്നുണ്ട്. ഈ പ്രതിഷേധ വായ് മൂടിക്കെട്ടിയുള്ള പ്രതിഷേധം ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ വലം വെച്ച് അത് പൂർത്തിയായി. ഇപ്പോൾ പ്രതിഷേധ പൊതുയോഗം ആരംഭിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ പൊതുയോഗം തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി ഉദ്ഘാടനം ചെയ്യും. വ്യാപകമായിട്ടുള്ള പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി തന്നെ വിവിധ സഭാ വിഭാഗങ്ങളുടെ സഭാ നേതൃത്വങ്ങളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. ഒരുപക്ഷെ ഇന്ന് മലയാളി കന്യാസ്ത്രീകളായിട്ടുള്ള അവർ രണ്ടുപേർക്കും ഇന്ന് ജാമ്യം ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയായിരുന്നു എല്ലാ സഭാ നേതൃത്വത്തിനും മറ്റുള്ള എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ ജാമ്യാപേക്ഷ എതിർക്കുകയും ചെയ്തു. അതുകൊണ്ട് പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുക എന്ന് തന്നെയാണ് തീരുമാനം എന്നതാണ് സഭാ നേതൃത്വം പറയുന്നത്. അതിൽ ഈ അല്പസമയം മുമ്പ് തലശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അതിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മതപരിവർത്തന നിയമം അതൊരു മതപരിവർത്തന നിയമത്തെ ദുരുപയോഗം ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. ഏതെങ്കിലും നിലക്ക് കന്യാസ്ത്രീമാർ മത പരിവർത്തനത്തിന് വേണ്ടി ശ്രമിക്കുകയോ അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് നടത്താൻ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല. അതിന്റെ ആവശ്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ അത്തരം കിരാത നിയമങ്ങൾ ഈ ദുരുപയോഗം ചെയ്തുകൊണ്ട് അത് അവർക്ക് മേൽ അടിച്ചേൽപ്പിക്കുക, ഭരണഘടനയും ജനാധിപത്യത്തെ എല്ലാം മറികടന്നുകൊണ്ട് ചില താല്പര്യങ്ങൾ അതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും ഇത് സംബന്ധിച്ച് പറഞ്ഞത്. ആക്രമണങ്ങൾക്ക് പിന്നിൽ ചില തീവ്രവാദ സ്വഭാവമുള്ള ആൾക്കാരാണ് എന്നുകൂടി സഭ ഈ ഘട്ടത്തിൽ തുറന്നു പറയുകയാണ്. ആദ്യഘട്ടത്തിൽ അല്പം മയപ്പെടുത്തിയുള്ള പ്രതികരണങ്ങളായിരുന്നു ബിഷപ്പ്, പ്രത്യേകിച്ച് തലശ്ശേരി ബിഷപ്പിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായത്. അതിൽ ചില വിമർശനങ്ങൾ, രാഷ്ട്രീയമായ ചില വിമർശനങ്ങൾ കൂടി ഉയരുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ, അതായത് ഇപ്പോൾ ജാമ്യം നിഷേധിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും പ്രോസിക്യൂഷൻ ശ്രമിക്കുന്നു എന്ന നില തുടരുമ്പോൾ കൂടുതൽ ശക്തമായ പ്രതിഷേധവും കൂടുതൽ ശക്തമായ പ്രതികരണങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ സഭാ വിഭാഗങ്ങൾ, എന്തായാലും സഭാ നേതൃത്വം പറയുന്നത്. അതിന്റെ ഭാഗമായാണ് സംസ്ഥാന വ്യാപകമായി തന്നെ പ്രതിഷേധങ്ങൾ. അതിന്റെ ഭാഗമായി കണ്ണൂരിലും ശക്തമായ പ്രതിഷേധം നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ പ്രതിഷേധ പ്രകടനത്തിന് ശേഷം പ്രതിഷേധ പൊതുയോഗം നടക്കുകയാണ്. അല്പസമയത്തിനകം തലശ്ശേരി ബിഷപ്പ് ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. ഛത്തീസ്ഗഡിലെ മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച്, അവർക്ക് ജാമ്യം നൽകാത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലും പ്രതിഷേധം നടക്കുകയാണ്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു അരുൺ പൂപ്പറമ്പയും ആർ അരുൺരാജും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.